കേരളക്കരയിൽ ജനാധിപത്യ യുദ്ധത്തിന് മാള് കുറിച്ചു കഴിഞ്ഞു. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ 6ാമത് ഭരണസമിതി തങ്ങൾ നിലനിർത്തുമെന്നും തിരിച്ചു പിടിക്കുമെന്നും പുതിയതായി തങ്ങൾ കടന്നു വരുമെന്നും മുന്നണിയുടെ അവകാശവാദങ്ങളുമായി സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. നമുക്കിപ്പോൾ കേന്ദ്രമന്ത്രി ഉണ്ട്, MP ഉണ്ട്, പിന്നെ കേന്ദ്രത്തിൽ ഭരണമുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു കൗൺസിലർ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഒരു ഭരണം കിട്ടിയാൽ മാത്രമേ നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കിഴക്കുംപാട്ടിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് റോഡുകൾ. അതിപ്പോൾ തൃശ്ശൂർ ടൗൺ നോക്കിയാൽ അറിയാം, എല്ലാ റോഡുകളും വളരെ മോശമാണ്. അതുപോലെ കിഴക്കുംപാട്ടിലുണ്ട് വെള്ളക്കെട്ടുണ്ട്. അവിടെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ കോസ്മോ ലൈൻ, അതുപോലെ തന്നെ കോരത്ത് ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ഉണ്ട്. അവിടെയൊക്കെ വെള്ളക്കെട്ടുണ്ട്. ഒരു മഴ പെയ്താൽ പോലും അവിടെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ, പിന്നെ കുറേ ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റണം. ഇതൊക്കെ ഒരു വാഗ്ദാനം പറഞ്ഞ് അവർ വോട്ട് വാങ്ങി അവർ പിന്നെ കഴിഞ്ഞ വർഷമൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ കിഴക്കുംപാട്ടിരക്കാരനെയാണ്. ഞാൻ എൻ്റെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ്. ഞാൻ 5 വർഷമായിട്ട് കിഴക്കുംപാട്ടിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ A to Z എന്താണ് പ്രശ്നങ്ങൾ, എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ പാട്രേക്കൽ ഡിവിഷനിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. പാട്രേക്കൽ ഡിവിഷൻ്റെ ഒരുപാട് സമഗ്ര വികസനം ഇനി ഇവിടെ കൊണ്ടുവരാനുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങളുടെ BJP കൗൺസിലർ തന്നെയായിരുന്നു പാട്രേക്കൽ ഡിവിഷനിൽ മത്സരിച്ച് ജയിച്ച് കൗൺസിലറായിരുന്നു. ഒരുപാട് വികസനങ്ങൾ ആൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പാട്രേക്കൽ ഡിവിഷൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അധികം ഡിവിഷൻ ഫണ്ട് ഉപയോഗിച്ച ഒരു ഡിവിഷനാണ്. കോർപ്പറേഷൻ്റെ ഏറ്റവും അധികം ഡിവിഷൻ ഫണ്ട് ഉപയോഗിച്ച ഒരു ഡിവിഷനാണ് പാട്രേക്കൽ ഡിവിഷൻ. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ട് പ്രശ്നമാണ്. 56 ഡിവിഷനിലും NDA കാൻഡിഡേറ്റ്സ് മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2000-ലാണ് തൃശ്ശൂർ കോർപ്പറേഷൻ നിലവിൽ വന്നത്. അതിൽ 10 വർഷം UDFും 15 വർഷം LDFും ഭരിച്ചിട്ടാണ് ഇന്ന് ഈ കോർപ്പറേഷനിൽ യാതൊരു വികസനവും. 2000-ൽ എങ്ങനെയാണോ ഈ കോർപ്പറേഷൻ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഒരടി മുന്നോട്ട് പോകാൻ ഈ കോർപ്പറേഷനിൽ ഭരിച്ച ഇടതിനും വലതിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നും മാറി കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി പറയുകയല്ല, അത് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ നേട്ടം അത് ജനങ്ങളിലേക്ക് എത്തിച്ച് ആ ഒരു വികസനം തൃശ്ശൂരിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് NDA മുന്നണി ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്. സുരേഷ് ഏട്ടൻ കഴിഞ്ഞ 2019 മത്സരിച്ചതിന് ശേഷം സുരേഷ് ഏട്ടൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ സ്ഥലങ്ങളിലും SG കോഫി ടൈമായിട്ടും അതുപോലെ തന്നെ ജനങ്ങളുമായിട്ട് ജനസമ്പർക്ക പരിപാടി നടത്തി ജനങ്ങളുടെ പ്രശ്നം ജനങ്ങൾക്കിടയിലിരുന്ന് കേട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാനാണ് അദ്ദേഹം രാജ്യസഭ MP ആയിരുന്നപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം. അതിനുശേഷം അദ്ദേഹം 2021 അദ്ദേഹം മത്സരിച്ചപ്പോഴും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ലാണ് ചെയ്തത്. അതിനുശേഷം 2024 റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ഇവിടെ തൃശ്ശൂരിൽ നിന്ന് MP ആയി വിജയിച്ചപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ പോയിരിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം തൃശ്ശൂരിൽ കഴിഞ്ഞ ഒരു 4-5 മാസമായിക്കൊണ്ട് അദ്ദേഹം SG കോഫി ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഞാൻ UP ജോസഫ്, LDFിൻ്റെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വാഗ്ദാനങ്ങളിലല്ല. ഞങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പിന് പ്രകടന പത്രികയുണ്ട് LDFിൻ്റെ. അത് വളരെ ജനകീയമായി ഞങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ സമാഹരിച്ച് ചെയ്തതാണ്. ആ പ്രകടന പത്രികയോട് ഞങ്ങൾ കമ്മിറ്റഡാണ്. ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ കാലങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു അനുഭവം, ഈ മാനിഫെസ്റ്റോ എലക്ഷൻ വരെ മാത്രമുള്ളതാണ്. എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ മാനിഫെസ്റ്റോയിൽ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങളാകെ 3 ടേമിലാണ് ഇവിടെ ഭരിച്ചത്. നഗരത്തിലെ ഫ്ലാറ്റുകൾക്ക് ഞങ്ങൾ വരുന്നത് വരെ ഒരൊറ്റ ഫ്ലാറ്റിന് ഒരു വെള്ളത്തിൻ്റെ കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരാൾക്കും കിട്ടാത്തതില്ല, ആർക്കും ഉണ്ട്. അങ്ങനെ കിട്ടുന്നതിനുണ്ട് ഇവിടെ വലിയ ആശങ്ക സൃഷ്ടിക്കാൻ വേണ്ടി UDF കൗൺസിലിനകത്തും പുറത്തും പറഞ്ഞിരുന്നത് ഫ്ലാറ്റിലെല്ലാം വെള്ളം കൊടുത്താൽ പാവപ്പെട്ടവന് വെള്ളം കിട്ടില്ല. പക്ഷേ ഒരാൾക്കും വെള്ളത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ ഇവിടെ ഇല്ല. ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം, അവരുടെ വിലയേറിയ 10 വർഷങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഒരു നഗരത്തിന് ലഭിക്കേണ്ട വികസനമുണ്ടായില്ല എന്നുള്ളത് സത്യമാണ്. 10 വർഷം മുൻപ് ഈ നഗരത്തിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറി താമസിച്ചിട്ടുള്ളവർ ഇന്ന് തിരികെ ഈ നഗരത്തിൽ വരുമ്പോഴാണ് അവരോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഒരു തരത്തിലുള്ള വികസനവും ഇവിടെ നടന്നു എന്ന് അവകാശപ്പെടാനില്ല. സ്വാഭാവികമായും അടിസ്ഥാനപരമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ എന്തെങ്കിലും ഒരു പദ്ധതി കോർപ്പറേഷന് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് അവകാശപ്പെടാനില്ല. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി
അനുവദിക്കുന്ന പദ്ധതി തുക അതിൻ്റെ പാതി പോലും ചെലവഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ നഗരസഭയുടെ ഭരണസമിതി, ഇടതുപക്ഷം കയ്യാളിയ ഭരണസമിതിയുടെ ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയാണ് വരുന്നത്. അധികാര വികേന്ദ്രീകരണം എന്നുള്ളത് അധികാര കേന്ദ്രീകരണമായി മാറിയിരിക്കുകയാണ്. കിഫ്ബി പദ്ധതിയും അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയൊക്കെ അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. അപ്പോൾ എല്ലാ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിൻ്റെ അന്തസ്സത്തയെ തമസ്കരിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയത് എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കേറെ അനുഭവിക്കേണ്ടി വന്നത്. 100 കോടി രൂപ അന്യായമായി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തത് ഐക്യജനാധിപത്യ മുന്നണി വന്നാൽ തിരികെ കൊടുക്കുമെന്നുള്ളത് തന്നെയാണ് അവരുടെ മുന്നിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത്. തൃശൂർ കോർപ്പറേഷനിൽ മത്സരിക്കുന്ന 3 മുന്നണികളും വിജയത്തിലൂടെ 3 ലക്ഷ്യങ്ങളാണ് കൈവരിക്കാൻ ശ്രമിക്കുന്നത്. LDF മുന്നണി ഭരണ തുടർച്ച ലക്ഷ്യം വെക്കുമ്പോൾ UDF മുന്നണി ഭരണം തിരിച്ചു പിടിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. NDA മുന്നണി ആദ്യമായി കോർപ്പറേഷനിൽ ഭരണം പിടിച്ചടക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. ഡിസംബർ 13-ാം തീയതി വരെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ക്യാമറമാൻ ജോയലിനോടൊപ്പം ജോബി പായമ്മൽ.